ഒന്ന് പാവപ്പെട്ട റേഡിയോക്കാരൻ. അതെ, അത് ഇവിടുത്തെ റേഡിയോക്കാരൻ. ഓക്കെ, അങ്ങനെ ഞാൻ പക്ഷെ റേഡിയോക്കാരനായിട്ടല്ല ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ സർഗാത്മകതയാണ് ഞാൻ എന്നും അപ്രീഷിയേറ്റ്. കലാകാരനാണ്. കലാകാരൻ എന്ന് വെച്ചാൽ ഈ ചില ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ദേവരാഗത്തിലെ ആ ദേവിയെ വർണ്ണിക്കുന്നത് അതൊരു ഭയങ്കര സംഭവമാണ്. അതുപോലെയുള്ള നല്ല നല്ല ഗാനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിനെ ഞാനൊരു കലാകാരനായിട്ട് ആണ് ആദ്യം കാണുന്നത്. പിന്നെ എന്റെ നല്ല ഒരു ക്ലോസ് ഫ്രണ്ട് കൂടിയാണ്. ഈ ഒരിക്കലും ഒരു റേഡിയോക്കാരനും ഞാൻ കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവർക്ക് ഒരു വാസ്തവത്തിൽ അന്ന് എന്നെ അവർ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ നാടകത്തിലൊക്കെ താങ്കൾ റേഡിയോ നാടകങ്ങളിൽ സജീവമായി പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശബ്ദത്തിന്റെ മോഡുലേഷൻ മറ്റുള്ള കാര്യങ്ങൾ അതിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലേ? അതെ, അല്ലേ? താങ്കളുടെ സ്ട്രെങ്ത് എവിടെയായിരുന്നു? എന്റെ പ്രണയഭാവങ്ങളിലായിരുന്നോ, വിരഹഭാവങ്ങളിലായിരുന്നോ, എവിടെയായിരുന്നു സ്ട്രെങ്ത്? ബോസ്. ഐ ആം ദ ബോസ്. എങ്ങനെയായിരുന്നു ആ റെൻഡറിംഗിൽ? ആ റെൻഡറിംഗ് എന്താണ് ഒന്നും ചെയ്യാത്തത്? അതിന് ഏറ്റവും നല്ലത് നാടകങ്ങൾ രാജാവിന്റെ വേഷമായിരുന്നു. അല്ല, രാജാവിന്റെ വേഷമല്ല, പക്ഷെ മാനേജറുടെ വേഷമൊക്കെയാണ്. അതെ, കർക്കശക്കാരനാണ്. അതെ, കർക്കശക്കാരനായ മാനേജർ. അപ്പോൾ ഈ എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് പോണം. ജീവനക്കാരെ തെറി പറയുന്ന രംഗം വരുമ്പോൾ ഏത് ഡയലോഗുകളാ, പദാവലികളാ ഉപയോഗിക്കായിരുന്നു? അവര് എഴുതി അതിലൊക്കെ കട്ട് കൂട്ടിയേ പറയുള്ളൂ. അതെ, അല്ലേ? തീർച്ചയായിട്ടും. ഈ നാടകമായിരിക്കും ഒരുപക്ഷെ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്നുള്ളൊരു ടാഗ് ലൈൻ താങ്കളെ കണ്ടെത്താൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. അത് ഉണ്ട്, പക്ഷെ ഇത് ഞാൻ തന്നെ എനിക്ക് എന്തായാലും ഒരു ടാഗ് ലൈൻ വേണം. എങ്ങനെയാ? സ്വന്തം ആലോചിച്ചുണ്ടാക്കിയതാണോ? ആരെങ്കിലും? സ്വന്തം ആലോചിച്ചുണ്ടാക്കിയതാ. അപ്പോ ഈ ജനകോടികൾ എന്നുള്ള പ്രയോഗം അത് പഴയൊരു നാടകഗാനം ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ഞാൻ എടുത്തത്. ജനകോടികൾ, അത് ബലികുടീരം എന്ന് പറയുന്ന നാടകത്തിലത്തെ. അപ്പൊ എനിക്ക് തോന്നി ഇതൊരു നല്ലൊരു ഒരു വാക്കായിട്ട് എടുക്കാം നമുക്ക്. അങ്ങനെ ജനകോടികളുടെ വന്നു. പിന്നെ വിശ്വസ്ത സ്ഥാപനം, അതും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇന്ന് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ എന്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. സംതിങ് ഗ്രേറ്റ്. പീപ്പിൾ ആർ ട്രൈയിങ് ടു ഇമിറ്റേറ്റ് മീ. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നൊരു സംഭവം. മത്സരം മുറുകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പരസ്യവാചകങ്ങൾ വരും. പക്ഷെ താങ്കളുടെ പരസ്യവാചകത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. ഇത് ജനം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. നോക്കിക്കളയെന്താണ് അറ്റ്ലസ് ജ്വല്ലറി, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അറ്റ്ലസ് എയിംസ്, വിദ്യാഭ്യാസത്തിന്റെ വിദഗ്ധ സങ്കേതം. അറ്റ്ലസ് ഹോസ്പിറ്റൽ, ആജീവനാന്ത ആരോഗ്യ പരിരക്ഷ. അറ്റ്ലസ് ഗ്രൂപ്പ് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ്, വിശ്വസ്തതയുടെ സുവർണ സൗധങ്ങൾ. എല്ലാത്തിലും വിശ്വസ്തത. തീർച്ചയായും അതാണ് അതിന്റെ സെന്റർ പോയിന്റ്. സ്വന്തം മുഖത്തെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന വേറൊരു ആള് നമ്മുടെ ഒന്നും ചുറ്റുവട്ടത്തില്ല എന്ന് താങ്കളെ ആരാധിക്കുന്ന ഒരാൾ പറയുന്നുണ്ട്. അത് അത്ര ശരിയല്ല. മുഖം, ദൈവം തന്നിരിക്കുന്ന ഈ മുഖം നമ്മൾ അത് വേണ്ട വിധത്തിൽ പരിപാലിക്കണം എന്നുള്ള ഒരു മോഹം മാത്രമേ എനിക്കുള്ളൂ. അതില്ലാതെ പകുതി ഷേവ് ചെയ്തിട്ടും പകുതി രോമങ്ങൾ അവിടെ നിർത്തിയിട്ടും ഒരു ഷർട്ട് അങ്ങനെ ഒരു നല്ലതാണ്. പഴയ പടങ്ങളിലൊക്കെ നല്ല മുടി കണ്ട പിന്നെ ഭയങ്കര മുടി. 15 ദിവസം കൂടുമ്പോ തലമുടി വെട്ടണം. ഭയങ്കര കഷ്ടമായിരുന്നു. ഡൽഹിയിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ആ സമയത്ത് എവറി 15 days I had to visit the barber shop. ഇപ്പോ അത്രയൊന്നും വേണ്ട. മുടി കുറഞ്ഞപ്പോൾ എന്ത് തോന്നി? മുടി കുറഞ്ഞപ്പോ എന്തോ ഒരു പാർട്ട്, ബോഡിയുടെ പാർട്ട് അങ്ങ് പോയ മാതിരി തോന്നി. പല ആൾക്കാരും വിഗ്ഗൊക്കെ വെച്ചു കഴിയുമ്പോൾ ഞാൻ അത് വിഗ് വെക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. എന്ത് പറ്റി? കാരണം പലപ്പോഴും ജനം എന്നെ വിഗില്ലാതെയും കാണും. ഇത് വിഗ് വെക്കുന്നത് സമയമുള്ളവരാണ്. ഞാനൊരു വളരെ സമയമെടുത്ത് ഓരോ വെളുത്ത മുടിയും കറുപ്പിക്കുന്ന ശ്രീ രാമേന്ദ്രന് ഒരു വിഗ് വെച്ചേർന്ന കുഴപ്പം? ഇത് കറുപ്പിക്കേണ്ടി വന്നാൽ അത് അത്ര വലിയ വിഷമല്ല. പക്ഷേ വിഗ് വെച്ചിട്ടുണ്ടാവുന്ന ദുരനുഭവം ഒന്ന്. ഇന്ദു ചേച്ചി പറഞ്ഞ ഇത്ര സൂക്ഷ്മതയോടെ ഡൈ ചെയ്യുന്ന ഒരാളെയും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും പറയില്ല. അത് എന്നോട് പറഞ്ഞ കാര്യം എങ്ങനെ രാമേന്ദ്രൻ പറയുന്നത്? വെരി ഗുഡ്. ഓരോ മുടിയും എടുത്തിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. അത്ര സൂക്ഷ്മതയോടെ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അത്ര സൂക്ഷ്മത. അല്ലെങ്കിൽ പിന്നെ പഴയ ഇന്ദിരാഗാന്ധിയുടെ മതി ഒരു 4 ലൈൻ അവിടെ
നരച്ചത് നിർത്തണം. അതൊരു ഫാഷനായിരുന്നു അവർക്ക്. അതെ അതെ. അപ്പൊ താങ്കൾ വിഗ് വെക്കുന്നതിൽ വിശ്വസിക്കുന്നു? വിഗ് വെക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. സമയക്കുറവുള്ളതുകൊണ്ടാണ്. അതെ. ഒരുപക്ഷെ നാളെ സമയം ആവശ്യമായിട്ട് താങ്കളുടെ പക്കലുണ്ടെങ്കിൽ ഒന്ന് പ്രയോഗിക്കുമോ? അത് അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച്. ഇപ്പൊ പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഒന്ന്, ഈ സമയത്തിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ. ആ സമയത്തിന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആനന്ദഭൈരവി എന്ന് പറഞ്ഞ എന്റെ പടം ഒന്ന് കണ്ടാൽ മതി. താങ്കളുടെ ഈ പരസ്യ വിന്യാസവുമായിട്ട് താങ്കളുടെ ആ ചെങ്ങാത്തത്തെക്കുറിച്ച് ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കെന്ന് പറയാനുണ്ട്. അറ്റ്ലസ് രാമചന്ദ്രൻ ഒരുപക്ഷെ ഇന്ന് അറ്റ്ലസ് ജ്വല്ലറി എന്നതിനേക്കാളും വലിയൊരു ബ്രാൻഡായി മാറിയിട്ടുണ്ട്. സ്വന്തം സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആവുക എന്നുള്ളത് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. പേഴ്സണലി ഞാനിതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും അങ്ങനെയുള്ളൊരു അവസരം ഒരുപക്ഷെ കസ്റ്റമേഴ്സിന്റെ വിശ്വാസ്യത കൂടുതൽ നേടിയെടുക്കുവാനുള്ളൊരു നല്ലൊരു ബിസിനസ് തന്ത്രമാണിത്. എന്നാലും നാട്ടിൻപുറത്തെല്ലാം ഒരുപക്ഷെ സാധാരണക്കാർ ഇങ്ങനെ പരസ്യം കാണുമ്പോൾ വളരെ കൗതുകത്തോടെ അതിനെക്കുറിച്ച് സംസാരിച്ച് കളിയാക്കാറുണ്ട്. താങ്കൾ ഇതേക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു? എപ്പോഴെങ്കിലും ആൾക്കാര് ഇങ്ങനെ ചെറുതായ രീതിയിൽ താങ്കളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ താങ്കൾ തോന്നാറ്? അവരുടെ അറിവില്ലായ്മ, ദൈവം പൊറുക്കട്ടെ അവര്, അത്രേ ഞാൻ തോന്നാറുള്ളൂ. പക്ഷെ അത് വളരെ റെയറാണ്. ഒരു പെർസെന്റ് പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് സദസ്സുകളിലെ ചില ആൾക്കാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ഒരു ചാനൽ ഉദ്ഘാടനത്തിലാണ്, വി ചാനൽ ഉദ്ഘാടനത്തിലാണെന്ന് ചോദിച്ചു. നമ്മുടെ KV തോമസ് മാഷ് ഒരു അടിയടിച്ചു. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ്. സ്വന്തം സ്ഥാപനത്തിന് വേണ്ടി സ്വന്തം തന്നെ വന്ന് നിന്നിട്ട് ബ്രാൻഡ് അംബാസഡർ ആകുന്നത്. ഉടനെ താങ്കളുടെ മറുപടി ഉണ്ടായിരുന്നത്, എന്റെ പൈസയ്ക്ക് ഞാൻ എന്റെ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താ സുഖം? ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും. ഞാൻ പറയാം, ശരിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൽ വിശ്വാസം വേണം. എനിക്ക് എന്റെ പ്രോഡക്റ്റ് 22 കാരറ്റ് തന്നെയാണ് എന്നുള്ള പരിപൂർണ വിശ്വാസമുള്ളതുകൊണ്ട് അത് ഞാൻ 2-3 തവണ ടെസ്റ്റ് ചെയ്തിട്ട് വിൽക്കാനായിട്ട് കൊടുക്കാറുണ്ട്. ഒരു സെക്കൻഡ്, ഇത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരാളിങ്ങനെ വെമ്പി നിൽക്കുകയാണ് താങ്കളോട് സംസാരിക്കാൻ ഇതേ കാര്യത്തിൽ. ചോദ്യം പോലെ എനിക്ക് അങ്ങനെ ചോദിക്കണം എന്ന് പലപ്പോഴും ഈവൻ ഹോളിഡേസിന്റെയൊക്കെ സെറ്റിൽ വിചാരിച്ച ഒരു കാര്യമാണ്. പക്ഷെ അത് പിന്നെ വിട്ടുപോയ ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാല് ഞാൻ എപ്പോഴും ഒരു പരസ്യവാചകം ഇത്രത്തോളം കുട്ടികളുടെ മനസ്സിലേക്ക്, കുട്ടികളുടെ തൊട്ട് വലിയ ആൾക്കാർ മുതൽ ചെറിയ കുട്ടികൾ വരെയുള്ളവരുടെ മനസ്സിലേക്ക് ഒരേപോലെ ഇറങ്ങിച്ചെന്നൊരു പരസ്യവാചകമാണ് അറ്റ്ലസിന്റേത്. അപ്പൊ ആ ഒരു വാചകം അത് അങ്കിള് തന്നെ ചെയ്യാനെടുത്ത ഒരു ഇനിഷ്യേറ്റീവ്. കാരണം നമ്മൾ എപ്പോഴും ഒരു ആഡ് കാണുമ്പം ഏറ്റവും നല്ല മോഡൽസ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓരോ ടൈപ്പ് ഓഫ് വിഷ്വലാണ് കാണുന്നത്. പക്ഷെ ഇത് വലിയ വിഷ്വലൈസേഷൻ ഒന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഷോപ്പ് പോലും ഇല്ലാതെ ഇത്രത്തോളം അറ്റ്ലസ് എന്നുള്ള പേര് ആൾക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നത് ആ പരസ്യവാചകമാണ്. അത് വന്നത് എങ്ങനെ? അത് ആരുടെ ഐഡിയ ആണ്? അങ്കിളുടെ തന്നെയാണോ അതോ ഫാമിലിയുടെ ആണോ? അതൊന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. സ്വന്തം ബ്രാൻഡ് അംബാസിഡർ ആകാമെന്ന് താങ്കൾ തീരുമാനിച്ചത് സ്വന്തം മനസ്സിന്റെ തന്നെ ഐഡിയ ആണ്. ഇത് ആദ്യം ആരോട് പങ്കുവച്ചു? ആരോടും പങ്കുവച്ചില്ല. നിരുത്സാഹപ്പെടുത്തി, എനിക്ക് ഉറപ്പായിട്ടറിയാം. വന്നപ്പോ റേഡിയോയിൽ വന്നപ്പോഴ് ആദ്യം നിങ്ങൾക്ക് വേറെ വല്ല പണിയുണ്ട്, എന്തിനാ ഇത് ചെയ്യണേ, ഇത് വേറെ വല്ലവരും ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. വെറുതെ ഒരു ചോദ്യം ചോദിച്ചു. വെറുതെ ഒരു ചോദ്യമല്ല, അത്രേ ഉള്ളൂ. വെറുതെ ഒരു ചോദ്യം ചോദിച്ചു. അന്ന് രാത്രി അവർ മിണ്ടാതെ കടന്നു. അവർക്ക് അങ്ങനെയുള്ള സ്വഭാവമേ ഇല്ല. അല്ല, മിണ്ടിക്കൊണ്ട് കിടന്നു. അതെ. എന്നിട്ട് ഇത് മിണ്ടിക്കൊണ്ട് കിടന്നു. എന്തിനാ ചെയ്യണേ, ഇത് നമുക്ക് വേറെ വല്ലവരെ കൊണ്ടും ചെയ്താൽ പോരെ, വല്ലവരും ഇതൊക്കെ കാണുമ്പോ ചിലപ്പോ ഇഷ്ടപ്പെടില്ല. ഞാൻ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യൂ, അത് കാണാം. അപ്പൊ എന്തുണ്ടായിന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 1-2 മാസം ഒരു 3 to 5% ആൾക്കാർക്ക് ഇത് ഇഷ്ടമായില്ല. അവരെ വിളിച്ചിരുന്നു, എന്നെ വിളിക്കും. എല്ലാവരും എന്റെ കസ്റ്റമേഴ്സ് എപ്പോഴും എന്നെ വിളിക്കും. അവർ പറഞ്ഞു, ഇതെന്തിനാ സാറ് എന്നെ ചെയ്യണേ, വേറെ ആൾക്കാരില്ലേ, പോരെ, അതുപോലെ എന്ന് പറഞ്ഞവര് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ യു ഡിഡ് എ വണ്ടർഫുൾ. പക്ഷെ ഭാര്യ ഇതുവരെ മനസ്സ് മാറ്റിയിട്ടില്ല. ഭാര്യയുടെ മനസ്സായി തീർച്ചയായിട്ടും ഇപ്പോഴും ഇഷ്ടമാണല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇഷ്ടമാണല്ലോ. വരുമ്പോ അവള് കാത്തിരുന്ന് കാണൂലോ പലപ്പോഴും. കള്ളം പറയരുത് ഞാൻ ഇവിടെ അത് കള്ള അല്ലല്ലോ.
അത് സത്യമാണല്ലോ. ഇപ്പൊ ഈ വാചകങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടി ശ്രീമതി ഇന്ദു ഇപ്പോൾ സ്ക്രീനിൽ വരട്ടെ. വന്നാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. തിരിച്ചെടുക്കോ പറഞ്ഞു മുഴുവൻ? എനിക്ക് തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇന്ദു ആണോ കള്ളം പറയണത്, ശ്രീരാമേന്ദ്രനാണോ? രണ്ടുപേരും പറയില്ല. രണ്ടുപേരും കള്ളം പറയില്ല. ഇന്ദു ഒരു കാലത്തും കള്ളം പറയില്ല. ഞാൻ വളരെ ബഹുമാനിക്കുന്ന രാമേന്ദ്രേട്ടനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഇന്ദുവിനെ കൊണ്ടുവരുന്നില്ല. സ്ക്രീനിൽ വരുത്താതിരിക്കാൻ നോക്കാം. പ്രൊഡ്യൂസർ ദയവ് ചെയ്തവരെ മാറ്റൂ. എന്തിനാ നമ്മുടെ രാമേന്ദ്രേട്ടനെ വിഷമിപ്പിക്കുന്നത്? അതെ, അദ്ദേഹം വരില്ല എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. വേറെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ഇന്ന എന്ത് കൊടുക്കാം അത് കൊടുക്കാം എന്ന് പറഞ്ഞാലും വേണ്ട, ടിവിയിലേക്ക് ഞാനില്ല. ഇപ്പൊ ഓരോ ഉദ്ഘാടനത്തിനും വരുമ്പോൾ കഴിയുന്നതും മാറി നിൽക്കും. ഓരോ ഡ്രോ എടുക്കുമ്പോഴൊന്നും അവള് അവിടെ ഉണ്ടാവും. പക്ഷെ എനിക്കങ്ങനെ ടിവിയിൽ വരണ്ട. എന്താ കാരണം എന്ന് ചോദിച്ചു. എനിക്ക് സുഖമായിട്ട് എവിടെ വേണമെങ്കിലും പോകണം. ഇതിപ്പോ ചന്ദ്രന്റെ കൂടെ പോലും എനിക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാ. കാരണം എല്ലാവരും ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്യണു, മറ്റേത് ചെയ്യണു, ഫോട്ടോ എടുക്കണം. നമ്മുടെ പ്രൈവസി അല്ലേ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാലത്തും ഇതാണ് നറുക്കൊക്കെ എടുക്കുന്ന സ്ഥലം ഇതെങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് നോക്കിയോളൂ. ആരാണിത്? എന്താ എല്ലാവർക്കും ഈ സമ്മാനം കിട്ടുമ്പോഴുള്ള സന്തോഷം അത് അതിഗംഭീരമാണ്. വളരെ പണക്കാരായിരുന്നാലും തീരെ പണക്കാരല്ല, ഈ ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന കൂലിപ്പണിക്കാർ അവർക്കും കിട്ടിയിട്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ 2 or 3 കാറുകൾ വെറും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവര് അവർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വാസ്തവത്തിൽ അറ്റ്ലസ് ചെയ്യുന്നത് ഈ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. താങ്കളുടെ ഈ പരസ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എന്തോന്ന് പറയാനുണ്ടോ? നമുക്ക് നോക്കാം. താങ്കൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ്. സാധാരണ ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ റോൾഡ് ഗോൾഡും അതുപോലെ ഫാൻസി ആഭരണങ്ങളുമാണ്. അദ്ദേഹം ഒരിക്കലും അത് അലോ ചെയ്യാറില്ല. അപ്പൊ അത് പരസ്യ ഏജൻസിക്ക് വലിയ ഒരു ഭാരമാണ്. 1-2 കിലോ ഗോൾഡ് കൊണ്ടുവന്നിട്ട് അത് സൂക്ഷിക്കേണ്ട ബാധ്യത ഏജൻസിക്കുണ്ടാവും. പക്ഷെ നമ്മളെ വിശ്വസിച്ച് അങ്ങ് ഏൽപ്പിക്കാൻ പോലെ അദ്ദേഹം മടിക്കാറില്ല. അത് യഥാർത്ഥ സ്വർണം കൊണ്ടുവച്ചിട്ട് ഷൂട്ട് ചെയ്യുള്ളൂ, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ റോൾ ഗോൾഡിന്റെ ഐറ്റംസ് വെച്ചു, അല്ലെങ്കിൽ ഫാൻസി ഗോൾഡിന്റെ ഐറ്റംസ് വെച്ചാൽ അതിൽ നല്ല നല്ല വെറൈറ്റീസ് കാണാം. ഇതിനേക്കാളും നമ്മുടെ ആക്ച്വൽ ഗോൾഡിനേക്കാളും നല്ല വെറൈറ്റീസ്. ആൾക്കാർ വന്ന് ചോദിക്കും, നിങ്ങളുടെ ആഡിൽ കണ്ട അത് വേണമല്ലോ എന്ന് പറയും. ഇപ്പൊ സത്യം പറഞ്ഞാല് ഞങ്ങളുടെ ഒരു നെക്ലസ് ഉണ്ടായിരുന്നു, ഒരു പേളും ഗോൾഡും കൂടിയിട്ടുള്ളൊരു നെക്ലസ്. അതിന്റെ ഒരു പരസ്യം ഞങ്ങൾ എടുത്തപ്പോൾ ആൾക്കാർ അറ്റ്ലസിൻ സ്വർണം നിന്നെ സുന്ദരിയാക്കി എന്ന് പറഞ്ഞ ആ ഒരു പരസ്യം, അതിലിട്ടിരുന്ന നെക്ലസ് ഗീതു മോഹൻദാസാണ് അത് ചെയ്തിരുന്നത്. അതിന് ഭയങ്കര ഓർഡറായി. ഞങ്ങൾക്ക് അത് കോപ്പപ്പ് ചെയ്യാൻ പറ്റാണ്ടേ. പക്ഷെ ഇവിടെ നാട്ടിൽ എന്തുണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ എല്ലാവരും അത് കോപ്പി ചെയ്തു. എന്റെ ഓർമ്മയിലുള്ളത് തൃശ്ശൂരിലെ ഒരു കമ്പനിയിൽ 100 നെക്ലസ് വീതം എവറി ഡേ പോയിരുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ അറ്റ്ലസ് രാമേന്ദ്രനുമായിട്ടുള്ള സംഭാഷണം ഒരു എപ്പിസോഡിൽ അവസാനിക്കുന്നില്ല. നാളെ ഇതേ സമയം ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു വരും. അതുവരെ നന്ദി, നമസ്കാരം.